شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين والخامسة أن لعنة الله عليه إن كان من الكاذبين ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين والخامسة أن غضب الله عليها إن كان من الصادقين ولولا فضل الله عليكم ورحمته وأن الله تواب حكيم إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا جاءوا عليه ب4 شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായമായ സൂറത്തു നൂറിലെ 14-ാമത്തെ ആയത്തിൻ്റെ പാരായണവും അതിൻ്റെ അർത്ഥവുമാണ്
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയത്. ഇനി അതുമായി ബന്ധപ്പെട്ട തദബ്ബുറിനാവശ്യമായ ചില ആയത്തുകളിലൂടെയാണ് നമുക്ക് ഇന്ന് കടന്നു പോകേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി പറഞ്ഞു നോക്കാം. വലൗലാ ഫളിലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ഫിദ്ദുനിയ വൽ ആഖിറ. എന്താ അർത്ഥം? വലൗലാ ഫളിലുല്ലാഹി, അള്ളാഹുവിൻ്റെ ഫളില്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ, അലൈക്കും നിങ്ങളുടെ മേൽ. അപ്പോൾ വലൗലാ ഫളിലുല്ലാഹി അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ, വറഹ്മത്തുഹു അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ, ഫിദ്ദുനിയ വൽ ആഖിറ ഇവിടെ ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ അനുഗ്രഹവും ഇല്ലായിരുന്നുവെങ്കിൽ, ലമസ്സക്കും നിങ്ങളെ ബാധിക്കുമായിരുന്നു, ഫീമാ അഫ്ളത്തും ഫീഹി നിങ്ങൾ ആ സംസാരത്തിൽ ഏർപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, മാ അഫ്ളത്തും ഫീഹി നിങ്ങൾ അതിൽ മുഴുകിയത് കാരണത്താൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഏർപ്പെട്ട കാരണത്താൽ നിങ്ങളെ ബാധിക്കുമായിരുന്നു. എവിടെ? അദാബുൻ അലീം. എന്ത് ബാധിക്കുമായിരുന്നു? വമ്പിച്ച ശിക്ഷ നിങ്ങളെ, ഭയങ്കരമായ ശിക്ഷ നിങ്ങളെ ബാധിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ ഈ ആയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പലതവണ ഓതി കാണാതെ പഠിക്കാൻ ശ്രമിച്ചു. അതോടൊപ്പം അതിൻ്റെ വാക്കിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ എഴുതി. പിന്നെ ഇനി എന്താണ് അള്ളാഹു ഈ പറഞ്ഞ കാര്യം? ഇവിടെ തുടക്കം വലൗലാ ഫളിലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു എന്നാണ്. അള്ളാഹുവിൻ്റെ ഫളിലും അള്ളാഹിൻ്റെ റഹ്മത്തും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇഹലോകത്തും പരലോകത്തും വമ്പിച്ച ഭയങ്കരമായ ശിക്ഷ നിങ്ങളെ ബാധിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം, ഇഹലോകത്താകട്ടെ പരലോകത്താകട്ടെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് ഇളവ് കിട്ടുന്നത് രണ്ട് കാരണം കൊണ്ടാണ്. എന്താണത്? അള്ളാഹിൻ്റെ ഫളിലും അള്ളാഹിൻ്റെ റഹ്മത്തുമാണ്. ഈ ദുനിയാവിൽ നമുക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണെന്ത്? അള്ളാഹുവിൻ്റെ ഫളിലും അള്ളാഹുവിൻ്റെ റഹ്മത്തും. അതുകൊണ്ടാണ് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 5 തവണ, ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 5 തവണ നമ്മൾ പ്രാർത്ഥിക്കണം, റബ്ബിനോട് ചോദിക്കണം. എന്ത്? അള്ളാഹുവിൻ്റെ റഹ്മത്തും ചോദിക്കണം, അള്ളാഹിൻ്റെ ഫളിലും ചോദിക്കണം. എപ്പോഴാണ് ചോദിക്കേണ്ടി? ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭം, നമ്മൾ അള്ളാഹുവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഒരു സന്ദർഭം. ഏതാണ് 5 സന്ദർഭം? ഒന്ന്, പള്ളിയിലേക്ക് നമ്മൾ കയറി വരുമ്പം അല്ലാഹു മഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക, അള്ളാഹുവേ റഹ്മത്ത് എനിക്ക് വേണം, നിൻ്റെ റഹ്മത്തില്ല എങ്കിൽ ഈ ലോകത്തും നാളെ പരലോകത്തും എനിക്ക് ശിക്ഷയാണ് പടച്ചോനെ. അതുകൊണ്ട് യഹ്ലോകത്തെ ശിക്ഷയിൽ നിന്നും പരലോകത്തെ ശിക്ഷയിൽ നിന്നും എന്നെ കാക്ക് പടച്ചോനെ. എനിക്ക് നിൻ്റെ റഹ്മത്ത് ആവശ്യമാണ്. അതുകൊണ്ട് ആ റഹ്മത്ത് എൻ്റെ മുന്നിൽ നീ കൊട്ടി അടക്കരുത് പടച്ചോനെ. റഹ്മത്തിൻ്റെ കവാടങ്ങൾ എൻ്റെ മുന്നിൽ നീ അടക്കരുത് പടച്ചോനെ. ഇഫ്തഹ്ലി, എനിക്ക് നീ തുറന്നുകൊണ്ട പടച്ചോനെ. അബ്വാബ റഹ്മത്തിക, നിൻ്റെ റഹ്മത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നുകൊണ്ട പടച്ചോനെ എന്ന് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക്, അള്ളാഹിൻ്റെ പള്ളിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പറയാണ്. 5 തവണ 5 നേരം ഒരു മുസ്ലിം, ഏറ്റവും ചുരുങ്ങിയത് 5 നേരം പ്രവേശിക്കേണ്ട, കടന്നു വരേണ്ട സ്ഥലമാണ് അള്ളാഹിൻ്റെ പള്ളി. അപ്പോൾ ആ സമയത്ത് ചോദിക്കുന്നത് റഹ്മത്തിൻ്റെ കവാടം തുറന്നുകൊണ്ടാണ് അല്ലേ. ഇനി അവൻ്റെ ഇബാദത്ത് കഴിഞ്ഞ് ആ പള്ളിയോട് അവൻ വിട പറഞ്ഞു പോകുമ്പോൾ, ആ പള്ളിയോട് അവൻ യാത്ര പറഞ്ഞു പോകുമ്പോൾ അവൻ ചോദിക്കേണ്ടത് എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ, പടച്ചോനെ നിൻ്റെ ഫളിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താ ഈ ചോദ്യം? എന്താണ് ഈ ചോദ്യം? പടച്ചോനെ നിൻ്റെ ഫളിലില്ല എങ്കിൽ
ഈ ലോകത്തും നാളെ പരലോകത്തും എന്നെ ശിക്ഷ ബാധിക്കും പടച്ചോനെ. അതുകൊണ്ട് എൻ്റെ ഫضൽ എനിക്ക് വേണം. അള്ളാഹിൻ്റെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, കാരണം അടുത്ത ദിവസം അടുത്ത നേരം പള്ളിയിലേക്ക് വരുമെന്ന് അറിയില്ല. ഇന്നലെ ജുമാ നമസ്കാരത്തിന് വരെ നമ്മളെ പള്ളിയിൽ പങ്കെടുത്ത, പരപ്പരങ്ങാടി നമ്മുടെ പള്ളിയിൽ പങ്കെടുത്ത എൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിൻ്റെ ജനാസ നമസ്കരിച്ചിട്ടാണ് ഇപ്പം ഞാൻ വരുന്നത്, സുബീൻ്റെ മുമ്പ്. കാരണം ജനാസ 8:30 മണിക്കാണ്, മയ്യത്ത് കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. 8:30 മണിക്ക് നമ്മളെ ക്ലാസ് നടക്കണോണ്ട് എത്താൻ കഴിയില്ല. അപ്പം സുബീൻ്റെ മുമ്പ് അവിടെ എത്തി മയ്യത്തിൻ്റെ അടുക്കൽ നിന്ന് മയ്യത്തിന് വേണ്ടി നിസ്കരിച്ച് ചെറമംഗലം പള്ളിയിൽ സുബീക്ക് ജമാഅത്ത് ഇമാമത്തായി നിസ്കരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ജുമാക്ക് പങ്കെടുത്ത സുഹൃത്താണ്, സഹോദരനാണ്. കൂടുതൽ പ്രായമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ സ്കൂളിലെ ടീച്ചറുമാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, മഗ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാ വക്തിനും ജമാഅത്തിൽ കൃത്യമായി പള്ളിയിൽ വരുന്ന സഹോദരനാണ്. ഇന്നലെ ജുമാക്കും പള്ളിയിൽ വന്ന് തിരിച്ചുപോയി. അസറിന് പള്ളിയിലെത്തിയില്ല. ആ സമയമാകപ്പോഴേക്ക് വേദന വന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ആശുപത്രിയിലെത്തി മരിച്ചു. അടുത്ത ജമാഅത്തിന് പള്ളിയിലെത്തിയിട്ടില്ല. ഒരുപാട് 100ഓളം രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചൊരു വ്യക്തിയാണ് ആ മനുഷ്യൻ. അദ്ദേഹത്തിന് വലിയ ഷിപ്പിലായിരുന്നു ജോലി. ഒരുപാട് സാധാരണഗതിയിൽ ഒരുപാട് തിന്മകൾക്ക്, മദ്യപിക്കാനും വ്യഭിചരിക്കാനും ഒക്കെ ഇഷ്ടം പോലെ ചാൻസുകളുള്ള ജോലിയാണ്. 100ഓളം രാജ്യങ്ങളിലൂടെ കപ്പലിലൂടെ സഞ്ചരിച്ച് ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത തഖ്വയും ഈമാനും ഖൗഫും കൊണ്ട് അദ്ദേഹം തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് വല്ലാത്തൊരു ജീവിതമാണ് അദ്ദേഹം ജീവിച്ചത്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ മരണത്തിന് പ്രത്യേകത ഉണ്ട്. വെള്ളിയാഴ്ച ദിവസം ജുമാ കഴിഞ്ഞ് അസറിൻ്റെ സമയത്ത്, ജുമാ വെള്ളിയാഴ്ച ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണപ്പോൾ അസറിൻ്റെയും മഗ്രിബ്. വെള്ളിയാഴ്ച കേട്ടില്ല നിങ്ങൾ? വെള്ളിയാഴ്ച അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലുള്ള സമയം ഏറ്റവും ശ്രേഷ്ഠമായ സമയം. ആ സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ഹസനാത്തുകളെല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അദ്ദേഹത്തെ നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, പള്ളിയിലേക്ക് നമ്മൾ കയറുമ്പം അള്ളാഹിൻ്റെ റഹ്മത്ത് ആഗ്രഹിക്കാൻ, പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പം അള്ളാഹിൻ്റെ ഫضൽ ചോദിക്കാൻ. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹിൻ്റെ ഫضലും അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് എങ്ങനെ കിട്ടുകയെന്നറിയോ? എങ്ങനെ കിട്ടുക? ഇനി ഞാൻ നിങ്ങൾക്ക് 1-2 ആയത്തുകൾ കാണിച്ചു തരാം. ആ ആയത്തുകൾ നിങ്ങൾ പരിശോധിക്കുക. ആ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പം നമുക്ക് എന്താണ്, കേവലം ഒരു ജമാഅത്തിന് പള്ളിയിൽ വന്നു പോയാൽ ഈ ഫضലും റഹ്മത്തും കിട്ടുമോ? ഞാൻ ഈ പറയുന്ന ഈ സംസാരം ജമാഅത്തിന് പള്ളിയിൽ വന്നിട്ട് ഒരു ഖുർആൻ ക്ലാസ് ഒരു അരമണിക്കൂർ സമയം കിട്ടിയിട്ട് അതിനിരിക്കാൻ സമയമില്ലാതെ തിരക്ക് പിടിച്ചു പോകുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നല്ല സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഈ പറയുന്ന സംസാരം കേൾപ്പിക്കണം. നിങ്ങൾ അതിനു വേണ്ടിയാണ് പറയണത്. കേവലം ഒരു പള്ളിയിൽ വന്ന് ജമാഅത്ത് നിസ്കാരം നിർവഹിച്ച് പോയത് കൊണ്ട് മാത്രം അള്ളാഹിൻ്റെ റഹ്മത്തും ഫضലും കിട്ടുമോ? നമ്മൾ ആലോചിക്കണം. ഒരു വിശ്വാസിയായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പേടി ഏത് കാര്യത്തിലാണ് അറിയുക നിങ്ങൾക്ക്? ഒരു വിശ്വാസിയായ മനുഷ്യന് പേടി ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട കാര്യം നമ്മുടെ നിസ്കാരത്തിൻ്റെ ഖൗഫും നമ്മുടെ നിസ്കാരത്തിൻ്റെ ഖുശൂഇനെ സംബന്ധിച്ചാണ്. നിസ്കരിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല. നിസ്കരിക്കുന്നവർക്കാണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്നാ. വൈലുല്ലിൽ മുസല്ലീൻ. നമുക്കെല്ലാവർക്കും അറിയാം. നിസ്കരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. നിസ്കാരത്തിൻ്റെ ഖുശൂ വളരെ പ്രധാനമാണ്. നിസ്കരിക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ പേടി എന്താ? 5 നേരം നിസ്കരിക്കുന്നൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പേടി എന്താണ്? എൻ്റെ ഈ നിസ്കാരം പടച്ചോൻ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഖുശൂ ഇല്ലാത്ത നിസ്കാരം പടച്ചോൻ സ്വീകരിക്കൂല. ഖുശൂ ഇല്ലാത്ത നിസ്കാരം ആരെ നിസ്കാരമാണ്? ഖുശൂ ഇല്ലാത്ത നിസ്കാരം മുനാഫിക്കിൻ്റെ നിസ്കാരമാണ്. മുനാഫിക്കിനെ പറ്റി അള്ളാഹ് പറഞ്ഞത് കാമു ഇല സ്വലാത്തി കാമു കുൽസാല. അതോടൊപ്പം അള്ളാഹ് പറഞ്ഞു, പിന്നെ ഈമാനില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, നിഫാക്കുള്ള കാപ്പട്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വഇന്നഹാ ലകബീറ, എന്താണ്?
വ ഇന്നഹ ലകബീറത്തുൻ ആർക്ക് ഇല്ല അലൽ ഖാശിഈൻ. ഖാശിഈൻ ഖുശൂ ഇല്ലാത്ത ആളുകൾക്കൊക്കെ നമസ്കാരം ഒരു വലിയ കാര്യമാണ്, വലിയ ഭാരമാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഖുശൂ വളരെ പ്രധാനമാണ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഒരാൾ ശ്രദ്ധിക്കുന്ന കാര്യം അത് ആ ഖുശൂ കിട്ടാൻ നമുക്ക് എന്തൊക്കെ സമാഹരിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ സമാഹരിക്കണം. നിസ്കാരത്തിൻ്റെ ഖുശൂ കിട്ടാൻ എന്തൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടാൻ പറ്റുമോ അതൊക്കെ നമ്മൾ വാങ്ങണം. ആ ഖുശൂവോടുകൂടി നിസ്കരിച്ച് അല്ലാഹു തആല സ്വീകരിക്കപ്പെട്ട നിസ്കാരം ആയിട്ട് നിർവഹിച്ച് പോകാനാണ് അള്ളാഹിൻ്റെ കാരുണ്യം നമ്മൾ ചോദിക്കുന്നത്. തിരിച്ചു പോകും അള്ളാഹിൻ്റെ ഫضലും ചോദിക്കുന്നത് അതിനാണ്. അങ്ങനെ നിസ്കാരമാവണം. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? നിസ്കാരത്തിൽ ഒരാൾക്ക് ഖുശൂ കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ വേണ്ടത്? നിസ്കാരത്തിൽ ഒരാൾ നിസ്കാരത്തിൽ ഖുശൂ കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനമായി വേണ്ട കാര്യം എന്താണ്? നിസ്കാരത്തിൽ അവൻ ഓതുന്ന ആയത്തുകളുടെ സൂറത്തുകളുടെ അർത്ഥം അവൻ അറിയണം, ആശയം എന്താണെന്നറിയണം, എന്താണ് ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കുന്നത് എന്നറിയണം. അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ ഒരു മനുഷ്യൻ്റെ മുന്നിൽ തലകുനിക്കൂലല്ലോ. തലകുനിക്കോ? ഒരു മനുഷ്യൻ്റെ മുന്നിൽ നമ്മൾ തലകുനിക്കൂല. ഒരാൾക്കും നമ്മൾ താന്നു കൊടുക്കൂല, ഒതുങ്ങി കൊടുക്കൂല. മനുഷ്യൻ്റെ മനസ്സങ്ങനെ. ഒരാളെ മുന്നിലും തലകുനിക്കാത്ത മനുഷ്യൻ പള്ളിയിൽ വന്നിട്ട് സുജൂദിൽ കിടക്കുകയാണ്, അല്ലേ? സുജൂദിൽ കിടക്കുകയാണ് മനുഷ്യൻ. അള്ളാഹിൻ്റെ മുന്നിൽ സുജൂദിൽ നാട്ടകുത്തി കിടക്കുക. എന്തിനാണ് ഞാൻ ഈ കിടന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യൻ്റെ മുന്നിൽ തലകുനിക്കാത്ത ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ സുജൂദിൽ സാഷ്ടാംഗം നമിച്ച് കിടക്കണത് റബ്ബിൻ്റെ മുന്നിൽ എന്തിനാണ് ആ കിടന്നത്? ഞാൻ ആ കിടന്ന സമയത്ത് എന്താണ് എൻ്റെ റബ്ബിനോട് ചോദിക്കുന്നത്? ഞാൻ എന്താണ് പറയുന്നത്? എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ കൈകെട്ടി നിന്നിട്ട് ഞാൻ ഓതുന്ന ഖുർആനിലെ ആയത്തുകൾ അതിൻ്റെ അർത്ഥങ്ങൾ എന്താണ് എന്നറിയാത്ത ഒരാൾക്ക് സഹോദരങ്ങളെ ശ്രദ്ധ കിട്ടൂല. നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടൂല. നിസ്കാരത്തിലെ ശ്രദ്ധയാണ് നിസ്കാരത്തിൻ്റെ ഖുശൂ. നിസ്കാരത്തിലെ മനസ്സിൻ്റെ ശ്രദ്ധയാണ് നിസ്കാരത്തിൻ്റെ ഖുശൂ. ശ്രദ്ധിച്ചു നിൽക്കാൻ പറ്റുമോ? മനസ്സ് എങ്ങോട്ടും പോകാതെ, വേറൊരു ചിന്തയും മനസ്സിലേക്ക് വരാതെ, തക്ബീർ തീറാൻ കെട്ടിയതുള്ള സലാം വീട്ടുന്നത് വരെ ശ്രദ്ധിച്ചു നിൽക്കാൻ പറ്റുമോ? എങ്കിൽ ആ ശ്രദ്ധയാണ് നിസ്കാരത്തിലെ ഖുശൂ. അതിന് മാർഗ്ഗമേ ഉള്ളൂ. നിസ്കാരത്തിലെ ഖുശൂ കിട്ടാൻ ഈ മാർഗ്ഗമേ ഉള്ളൂ. നമ്മൾ അതിന് പഠിക്കണം. അതിന് നമുക്ക് ഒരു ഖുർആൻ ക്ലാസ്സിൽ ഇരുന്നാൽ എന്തെങ്കിലും ഒരായത്ത് കേട്ടതിൻ്റെ ആശയം മനസ്സിലായാൽ പടച്ചോനെ എനിക്കതിൻ്റെ ഗുണം കിട്ടല്ലോ എന്ന് ചിന്തിക്കണം. അപ്പം പള്ളിയിലേക്ക് കയറുമ്പം ചോദിക്കുന്ന റഹ്മത്തും തിരിച്ചു പോകുമ്പോൾ ചോദിക്കുന്ന ഫضലും ഇല്ല എങ്കിൽ നമുക്ക് ഇഹലോകത്തും പരലോകത്തും റബ്ബിൻ്റെ ശിക്ഷയാണ്. ഇനി ഖുർആനിൽ നമ്മൾ മുമ്പ് പറഞ്ഞ ചില ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ മറിക്കണ്ട, കേട്ടാൽ മതി, മറിക്കാൻ നമുക്ക് സമയമില്ല. അള്ളാഹിൻ്റെ ഫضലും അള്ളാഹിൻ്റെ റഹ്മത്തും ഇല്ല എങ്കിൽ, അന്ന് എഴുതിയിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഒന്ന്, അള്ളാഹിൻ്റെ ഫضലും റഹ്മത്തും ഇല്ലെങ്കിൽ എന്തൊക്കെ? അള്ളാഹിൻ്റെ ഫضലും റഹ്മത്തും നമുക്ക് കിട്ടി എന്തിനായി ചോദിക്കണത്? 5 നേരം എന്തിനാണ് ചോദിക്കണത്? പള്ളിയിൽ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ എന്തിനാണ് അള്ളാഹിൻ്റെ റഹ്മത്തും ഫضലും ചോദിക്കണത്? എത്ര ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് സഹോദരങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്കി. പള്ളിക്ക് വരുമ്പോൾ എത്ര ആൾക്കാർ അള്ളാഹു മഫ്തിൽ അബൂബ റഹ്മത്തൊക്കെ പറയുന്നുണ്ട്. പോകുമ്പോൾ അള്ളാഹുമ്മിൻ അസ്അലുക്കുമിൻ ഫضലൊക്കെ എത്ര ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ഞാൻ ഈ ചോദിക്കണത്, എന്തിനാണ് ഞാൻ ഈ പറയുന്നത് എന്ന് അറിയാത്ത എത്ര ആൾക്കാരുണ്ട്. ഒന്നാമത്തെ കാര്യം, ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷയെ രക്ഷപ്പെടണം, അല്ലേ? ഈ ആയത്ത് 1. രണ്ടാമത്തെ കാര്യം, സൂറത്ത് അൽ-ബഖറയിലെ 64-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്. എഴുതിക്കൊള്ളുവാണ്, ആയത്തെ നമ്പർ എഴുതി വെച്ചോളേ. അൽ-ബഖറ 2-64 അള്ളാഹ് പറയാണ്, സുമ്മ തവല്ലൈതും മിൻ ബഅദി ദാലിക. അതായത് അൽ-ബഖറയിലെ ഒരു വലിയ ചരിത്ര സംഭവം അള്ളാഹ് പറയാണ്. ബനി ഇസ്രായേലിനെ പറ്റി പറയാണ്. അവർക്ക് അല്ലാഹു തആല ഒരുപാട് പാഠങ്ങൾ നൽകി. പക്ഷെ ആ പാഠമൊന്നും ഒരു പഠിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, എന്തെല്ലാം പാഠങ്ങൾ നമുക്കത് ദുനിയാവിൽ നൽകുന്നുണ്ട്. ബനി ഇസ്രായേലർക്ക് അതിനേക്കാൾ കൂടുതൽ നൽകി, പക്ഷെ അതൊന്നും അവർ പഠിച്ചില്ല.
ഇതിന് അല്ലാഹ് പറയാണ് വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു. ശ്രദ്ധിച്ചോളി, വലൗലാ ഫദ്ലുല്ലാഹി, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അർത്ഥം മനസ്സിലാവും. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ലകുൻതും മിനൽ ഖാസിരീൻ. 2 ലകുൻതും മിനൽ ഖാസിരീൻ, നിങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരായിത്തീരുന്ന, നഷ്ടകാരികളായിത്തീരും. ആരാണ് ഖാസിരീൻ എന്ന് പറഞ്ഞാൽ? ആരാണ് ഖാസിരീൻ? ഖസിറു ഫിദ്ദുനിയ വൽ ആഖിറ. ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വ അഹ്ലീഹിം യൗമൽ ഖിയാമ. ആരാണ് ഖാസിരീൻ എന്ന് പറഞ്ഞാൽ? ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വ അഹ്ലീഹിം, സ്വന്തത്തെയും സ്വന്തക്കാരെയും ഖിയാമത്ത് നാളിൽ കിട്ടാനില്ലാത്ത നഷ്ടപ്പെടുത്തി വന്നവരാണ് എല്ലാം നഷ്ടപ്പെട്ട നഷ്ടക്കാർ. അപ്പോൾ അള്ളാഹിൻ്റെ ഫദ്ലും റഹ്മത്തും ഇല്ലെങ്കിൽ 1 ദുനിയാവിലും പരലോകത്തിലും ശിക്ഷ, 2 നമ്മൾ പരാജയപ്പെട്ടവരായി മാറും, ജീവിച്ച് വിജയിച്ചോല് തോറ്റോലായി മാറും. സഹോദരങ്ങളെ, ജീവിതത്തിൽ പരാജയപ്പെട്ടവരായി മാറും അള്ളാഹിൻ്റെ ഫദ്ലും അള്ളാഹിൻ്റെ റഹ്മത്തും ഇല്ലെങ്കിൽ. ലകുൻതും മിനൽ ഖാസിരീൻ. ഒരായുസ് കിട്ടിയിട്ട്, ഒരായുസ് അള്ളാഹു നമുക്ക് തന്നിട്ട്, ഒരു 60-70 കൊല്ലം നമ്മൾ ജീവിച്ചിട്ട്, അല്ലെങ്കിൽ എത്രയാണോ ജീവിച്ചത് ആ ജീവിതം ജീവിച്ചിട്ട് നമ്മൾ പോകുമ്പം തോറ്റോലായിട്ടാണ് പോവുക, പരാജയപ്പെട്ടവരായിട്ടാണ് പോവുക. എന്നാലോചിച്ച് നോക്കി, ഈ ആയുസ്സിൽ തോറ്റുപോയി എന്ന് പറഞ്ഞാൽ, ഒരു കൊല്ലം ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ട് 2ാം ക്ലാസ് തോറ്റ്, 3ാം ക്ലാസ് തോറ്റ്, 10ാം ക്ലാസ് തോറ്റ്, ഒരു കൊല്ലത്തെ തോൽവിയാണ് എങ്കിൽ ഒരു ആയുസ്സിൻ്റെ തോൽവി. അള്ളാഹ് ഇവിടേക്ക് വിട്ടത് എന്തിനാ? അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാ? അള്ളാഹ് എന്തിനാ അങ്ങോട്ട് വിട്ടത്? നമ്മളെ പരീക്ഷിക്കാൻ. എന്താണ്? പരീക്ഷയാണ് ഇവിടെ നടക്കുന്നത്. ആ പരീക്ഷയിൽ തോറ്റോലാവും നമ്മൾ. ഈ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും അള്ളാഹിൻ്റെ ഫദ്ലും റഹ്മത്തും ഇല്ലെങ്കിൽ. 2ാമത്തെ കാര്യത, ഒരായുസ് ജീവിച്ചിട്ട് ആ ആയുസ് തോറ്റുപോകുന്ന ആളുകളാകരുത്. 3ാമത്തത്, സൂറത്ത് നിസായിലെ 83, 4-83. എന്താ അള്ളാഹ് പറഞ്ഞ കേട്ടോളൂ. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ലത്തബഅതുമുശ് ശൈത്താന ഇല്ലാ ഖലീലാ. എത്രാമത്തെ കാര്യമാണ്? എത്രാമത്തതാണ്? അള്ളാഹിൻ്റെ ഫദ്ലും റഹ്മത്തും ഇല്ലെങ്കിൽ, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ലത്തബഅതും, നിങ്ങൾ പിൻപറ്റും, അശ്ശൈത്താന, ആരെ? ഷെയ്ത്താനെ പിൻപറ്റും, ഇല്ല ഖലീല, നിങ്ങളിൽ കുറച്ച് പേരൊഴികെ. എങ്ങനെ? വളരെ കുറച്ച് പേർക്ക് മാത്രമേ അള്ളാഹു ഫദ്ലും റഹ്മത്തും കൊടുക്കുള്ളൂ. ആ ഫദ്ലും റഹ്മത്തും ഇല്ലാത്ത ആളുകൾ മുഴുവനും ജീവിതത്തിൽ ആരെത്തിബായ് ചെയ്യും? ഷെയ്ത്താനിനെ ഇത്തിബായ് ചെയ്യും. ഷെയ്ത്താൻ ഇത്തിബായ് ചെയ്യുക എന്താണ് എന്ന് അടുത്തൊരായത്തിൽ വരുന്നുണ്ട്, ഞാനവിടെ പറയാം. ഇപ്പം നമ്മൾ ഖുർആൻ പഠിച്ചാൽ, ഖുർആൻ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട 2 കാര്യം എന്താ? 1 അള്ളാഹിനെക്കുറിച്ച് മനസ്സിലാവും, 2 ഷെയ്ത്താനെക്കുറിച്ച് മനസ്സിലാവും. ഷെയ്ത്താന് നമ്മൾ ഈ നല്ല കാര്യങ്ങൾ ചെയ്യാത്തൊരു സമയം, ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നൊരു സമയം ആരാണ് നമ്മളെ മുന്നിലുണ്ടാകുക? ഇത്തിബായി പിൻപറ്റുക എന്ന് പറഞ്ഞാൽ മുന്നിലൊരാൾ വേണ്ടേ? ആരാ മുന്നിലുണ്ടാകുക? ഷെയ്ത്താൻ. വമൻ യഅ്ശു ദിക്രി റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ ഓർമ്മയിൽ നിന്ന് ആരെങ്കിലും അശ്രദ്ധനായാൽ നുഖയ്യിദ് ലഹു ഷെയ്ത്താന, അള്ളാഹ് പറയുന്ന നാം ഒരു ഷെയ്ത്താൻ ഏർപ്പാടാക്കി കൊടുക്കും. വഹു ലഹു കരീൻ, പിന്നെ അവൻ്റെ കൂട്ടുകാരൻ അവനായിരിക്കും കരീന്. അള്ളാഹ് പറയാം. അള്ളാഹിനെ മറക്കണൊരു സമയം ജീവിതത്തിലുണ്ടായാൽ, മദ്യപിക്കുമ്പോൾ, കള്ളു കുടിക്കുമ്പോൾ അള്ളാഹിനെ മറന്നിട്ടല്ലാതെ മദ്യപിക്കാൻ കഴിയില്ല. അള്ളാഹ് വിരോധിച്ച സംഗതിയാണ്, വളരെ വലിയ പാപമാണ്. വ്യഭിചരിക്കാനും കക്കാനും കഴിയില്ല അള്ളാഹിനെ മറന്നിട്ടല്ലാതെ. അപ്പം അള്ളാഹ് ഒരു ഷെയ്ത്താൻ ഏർപ്പാടാക്കി കൊടുക്കുക. ആ ഷെയ്ത്താനാണ് പിന്നെ അവൻ്റെ കൂട്ടുകാരൻ. ഈ ഷെയ്ത്താൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യണത്? കള്ളുടിപ്പിക്കണത് എന്തിനാ? തിന്മകൾ ചെയ്യിപ്പിക്കണത് എന്തിനാ? ഒരു മനുഷ്യനെ കൊണ്ട് ഷെയ്ത്താൻ ചെയ്യിപ്പിക്കണത് എന്തിനാണ്? ഈ ജീവിതത്തിൽ അവൻ തോൽപ്പിക്കാനാണ്, ജീവിതത്തിൽ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഷെയ്ത്താൻ അവിടുന്ന്
ഇബ്ലീസ് അവിടുന്ന് പ്രതിജ്ഞ എടുത്ത് ഇറങ്ങിപ്പോന്നതാ. എന്ത്? ഞാൻ അവരെ വഴിതെറ്റിക്കൊന്ന്. എന്നിട്ട് നമ്മൾ ഒടുക്കെത്തും? നരകത്തിലേക്കെത്തും. നരകത്തിലേക്ക് എത്തിക്കാനാണ്. എപ്പോൾ വരെ ഉണ്ടാവും ശൈത്താൻ? ഒരു മനുഷ്യൻ്റെ പിന്നാലെ ഏത് സമയം വരെ ശൈത്താൻ ഉണ്ടാവും? മരിക്കണത് വരെ ഉണ്ടാവും. മരണസമയത്ത് വരെ ശൈത്താൻ ഫസാദ് ഉണ്ടാക്കും. റസൂലുള്ള പ്രാർത്ഥിച്ചു, ഡേഞ്ചറാണത്, ഡേഞ്ചറാണ്. മരിക്കണ സമയത്ത് വരെ ശൈത്താൻ ഉണ്ടാകും. റസൂലുള്ള പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ യതഖബ്ബതനിയ ശൈത്താനു ഇൻദൽ മൗത്ത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ യതഖബ്ബതനിയ ശൈത്താനു ഇൻദൽ മൗത്ത്. എപ്പോഴും പ്രാർത്ഥിച്ചോളേ, എപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, പടച്ചവനെ നിന്നോട് ഞാൻ കാവല ചോദിക്കുന്നു, അൻ യതഖബ്ബതനിയ ശൈത്താൻ, ശൈത്താൻ എന്നെ കീഴടക്കി വെക്കുന്നതിൽ നിന്ന്, ഇൻദൽ മൗത്ത്, മരണസമയത്ത്. മരണസമയത്ത് അടക്കം ശൈത്താൻ എന്നെ കുഴപ്പത്തിലാക്കുന്നതിൽ പടച്ചവനെ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ശൈത്താൻ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാനാണ് പണിക്ക ചെയ്യുന്നത്. ഇനി പിന്നെ ഇതേ സൂറത്തിലെ സൂറത്ത് നൂറിലെ നമ്മൾ പഠിക്കാൻ പോണ ഒരായത്തുണ്ട്, അതും കൂടി നോക്കിയിട്ട് അവസാനിപ്പിക്കാം. അതിൽ 21-ാമത്തെ ആയത്ത്, സൂറത്ത് നൂറിലെ 21-ാമത്തെ ആയത്തൊന്ന് വായിച്ചു നോക്കി. നേരത്തെ പറഞ്ഞത് എന്തിന്? അള്ളാഹിൻ്റെ ഫദ്ലും റഹ്മത്തില്ലെങ്കിൽ ലത്തബഅ്തുമു ഷൈത്താൻ, ഷൈത്താൻ ഇത്തിബാഅ് ചെയ്യുന്നതാണ് അല്ലേ, ഷൈത്താനെ പിൻപറ്റുന്നതാണ്. ഞാൻ ഇതിൻ്റെ വിശദീകരണമാണ് ഈ ആയത്ത്. വായിക്ക്. യാ അയ്യുഹല്ലദീന ആമനൂ. ഈ സൂറത്ത് നൂറിലെ നമ്മൾ പഠിക്കുന്ന സൂറത്ത് തന്നെ, സൂറത്ത് നൂറിലെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാത്തി ഷൈത്താൻ, ഷൈത്താനിൻ്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിൻപറ്റരുത്. വമൻ യത്തബി ഖുതുവാത്തി ഷൈത്താൻ, ഷൈത്താൻ്റെ കാൽപ്പാടുകളെ പിൻപറ്റിയാൽ എന്താ ഉണ്ടാകുക? ഫഇന്നഹു യഉമുറു, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ബിൽ ഫഹ്ശായി വൽ മുങ്കർ, നീചകൃത്യങ്ങളും തിന്മകളും തോന്നിയാസങ്ങളും ചെയ്യാനാണ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്ത്, അള്ളാഹിൻ്റെ ഫദ്ലും റഹ്മത്തും നിങ്ങൾക്കില്ല എങ്കിൽ മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങളിൽ നിന്ന് ഒരാൾക്കും ഒരിക്കലും ഒരു പരിശുദ്ധിയും ഒരു തസ്കിയത്തും ഒരു മാറ്റവും ജീവിതത്തിൽ കിട്ടുമായിരുന്നില്ല. അള്ളാഹിൻ്റെ ഫദ്ലും റഹ്മത്തും ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. കള്ള് കുടിക്കണ ഒരാൾക്ക് കള്ള് കുടിയാനായിട്ട് ജീവിച്ച് മരിക്കാനേ പറ്റുള്ളൂ. എന്നും കുടുംബത്തിൻ്റെ കണ്ണീരും ദുഃഖങ്ങളും കുടുംബത്തിൻ്റെ പ്രയാസങ്ങളും ഒക്കെയായിട്ട് ജീവിച്ചാണ്ട് ആ ജീവിതം ഒരു കള്ളുകുടിയൻ്റെ ജീവിതം ദുരന്തത്തിൻ്റെ ജീവിതമാണ്. അതിൽ നിന്ന് കഴിച്ചിലായി വന്നാൽ ആ ജീവിതം ആസ്വദിക്കും. ജീവിതത്തിൻ്റെ രാവും പകലും എന്താണെന്ന് അവന് മനസ്സിലാകും. പകലിൻ്റെയും രാവിൻ്റെയും കുടുംബത്തിൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും സ്നേഹം എന്താണ്, സന്തോഷം എന്താണ്, ജീവിതത്തിൻ്റെ സുഖം എന്താണെന്ന് അറിയും. ഇല്ല എങ്കിൽ അവൻ വേറെ ഏതോ ഒരു ലോകത്താണ് ജീവിക്കണത്. മനസ്സിലായില്ലേ? അള്ളാഹ് പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഫദ്ലും റഹ്മത്തും ഇല്ലായിരുന്നുവെങ്കിൽ മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങളിൽ ഒരാൾക്കും ഒരു കാലത്തും ഒരു നേട്ടവും ഒരു മാറ്റവും ഒരു തസ്കിയത്തും കിട്ടുമായിരുന്നില്ല. വലാകിൻ അല്ലാഹു യുസക്കി മൻ യശാ, അള്ളാഹ് എല്ലാവരും നന്നാക്കൂല. അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ അവൻ തസ്കിയത്ത് കൊടുക്കുള്ളൂ, മാറ്റം കൊടുക്കുള്ളൂ. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. എന്താ വേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം നിരന്തരമായി റബ്ബിനോട് രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് പ്രാർത്ഥിക്കണം. കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നന്നാക്ക് പടച്ചോൻ എന്ന് പ്രാർത്ഥിക്കണം. തിന്മയുണ്ട്, തെറ്റുകൾ വന്നു പോകുന്നുണ്ട്, നന്നാക്ക് പടച്ചോൻ എന്ന് പ്രാർത്ഥിക്കണം. റബ്ബിലേക്ക് അടുക്കണം കൂടുതൽ. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങും. ആ വ്യക്തി മാറിയാൽ ആ വ്യക്തിക്ക് ജീവിതം സന്തോഷത്തോടെ, അതിനെന്ത് നിലനിർത്തണം. എന്തിനാ എല്ലാ ആഴ്ചയും ഖുർആൻ ക്ലാസ്സിന് വരണമെന്ന് പറയാൻ കാരണം എന്താ? എല്ലാ ആഴ്ചയും ഖുർആൻ ക്ലാസ് വെക്കണം എന്തിനാ? ഇത് തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കണം. നിന്നാൽ രണ്ടാമതും മടങ്ങും. ഏതൊരു തിന്മയിൽ രക്ഷപ്പെട്ടു വന്നു ആ തിന്മയിലേക്ക് വീണ്ടും മടങ്ങും. അപ്പോൾ എന്ത് ചെയ്യണം? മടങ്ങാതിരിക്കണമെങ്കിൽ, വീണ്ടും ആ തെറ്റിലേക്ക് എത്താതിരിക്കണമെങ്കിൽ നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കണം. ശൈത്താൻ എപ്പോഴാണ് പിടിക്കാമെന്നറിയില്ല. അതുകൊണ്ട് എപ്പോഴും ജാഗ്രത പാലിക്കണം, പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കണം, നിസ്കാരം കാര്യങ്ങൾ തുടർച്ചയായി ചെയ്യണം. ഇടവേള ഉണ്ടാകാൻ പാടില്ല. ഇടവേള ഉണ്ടായാൽ വീണ്ടും ശൈത്താൻ കടക്കും. അപ്പോൾ എന്താ ഈ ആയത്തിൽ അല്ലാഹ് പറഞ്ഞത്? അള്ളാഹിൻ്റെ ഫദ്ലും അള്ളാഹിൻ്റെ റഹ്മത്തും ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ നന്നാകുള്ളൂ.
അതില്ല എങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ പോലും ഒരിക്കലും ഒരു തസ്കിയത്തും കിട്ടുമായിരുന്നില്ല എന്നാണ്. അപ്പോൾ ശൈത്താൻ്റെ കാൽപ്പാടുകൾ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നീചകൃത്യങ്ങളും തെറ്റുകളും തിന്മകളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ മനസ്സിൽ ഏത് സമയത്തും നമ്മളെ മനസ്സിലുണ്ടാകേണ്ടത് അള്ളാഹിൻ്റെ ഫضലും അള്ളാഹിൻ്റെ റഹ്മത്തും ചോദിക്കുക. അള്ളാഹുവിൻ്റെ ഫضലും അള്ളാഹുവിൻ്റെ റഹ്മത്തും ഇല്ല എങ്കിൽ പടച്ചോനെ ഞാൻ നഷ്ടകാരികളിൽ പെട്ടുപോകും, പടച്ചോനെ പിശാചിൻ്റെ കാൽപ്പാടുകളെ ഞാൻ പിൻപറ്റിപ്പോകും, പടച്ചോനെ നിൻ്റെ ഫضലും റഹ്മത്തും ഇല്ല എങ്കിൽ എൻ്റെ ജീവിതം ഈ ലോകത്ത് പരാജയത്തിലാണ് റബ്ബേ, നാളെ ആഖിറത്തിലും എൻ്റെ ജീവിതം പരാജയമാണ് റബ്ബേ, ഏറ്റവും വലിയ ഭയങ്കര ശിക്ഷ എന്നെ ബാധിക്കും റബ്ബേ, അതുകൊണ്ട് നിൻ്റെ ഫضലും എൻ്റെ റഹ്മത്തും എനിക്ക് വേണം. ഇന്നു മുതൽ മനസ്സിൽ തട്ടി ളുഹർ നിസ്കാരത്തിന് പള്ളിക്ക് വരുമ്പോൾ ഇത് ചോദിക്കാൻ പറ്റും. ളുഹർ നിസ്കാരത്തിന് പള്ളി വരുമ്പോൾ ഇത് ചോദിക്കാൻ പറ്റും. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമുക്കത് ചോദിക്കാൻ പറ്റും. ഇതാണ് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ നമ്മൾ ഹൃദയത്തിലുണ്ടെങ്കിൽ, നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞത് അങ്ങനെ തന്നെ, ആ ഹുഷു നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും അമൂല്യമായൊരു കാര്യം എവിടുന്നാണോ കിട്ടേണ്ടത് ആ കിട്ടേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം, വാരിപ്പിടിക്കണം അല്ലേ. നിസ്കാരത്തിൻ്റെ ഹുഷു നമുക്ക് ആവശ്യമാണ്. അത് എങ്ങനെ കിട്ടുമോ അത് നമ്മൾ നേടിയെടുക്കാൻ നമുക്ക് ശ്രമിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരി സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട് ഒരാഴ്ചയിലധികമായി അബോധാവസ്ഥയിൽ വെൻറ്റിലേറ്ററിലുള്ളത്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു തആല സഹോദരിക്ക് ആഫിയത്തിനെയും ആരോഗ്യത്തെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. മറ്റൊരു സഹോദരി ശരീരഭാഗത്തൊരു മുഴ വന്നതിന് സർജറി ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് പൂർണ്ണമായ ഷിഫാഇനെ പ്രദാനം ചെയ്യട്ടെ. നമ്മളെ റഫീഖ് നമ്മുടെ ഖുർആൻ പഠിതാവാണ്. അദ്ദേഹത്തിന് ഒരു സർജറി കഴിഞ്ഞു, അദ്ദേഹം വിശ്രമത്തിലാണ്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു തആല പൂർണ്ണമായ ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ കലാം എഴുതിയെടുത്ത് കൃത്യമായി വ്യവസ്ഥാപിതമായി പഠിക്കുന്നൊരു വ്യക്തിയാണ്. അത് പഠിക്കുക മാത്രമല്ല ബാക്കിയുള്ള ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുക പോലും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രയാസവും നീക്കി കൊടുക്കട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. കൂടുതൽ കാലം അള്ളാഹിൻ്റെ കലാം പഠിക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മളെ സൈനുദ്ദീൻ സാഹിബ്, ഞാൻ അറിയില്ല, അദ്ദേഹം കഴിഞ്ഞ ക്ലാസ്സിൽ വരെ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് ഒരു അപകടത്തിൽപ്പെട്ട് രണ്ട് കൈകൾക്കും എല്ലിന് പൊട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹവും ചികിത്സയിലാണ്. അള്ളാഹു തആല അദ്ദേഹത്തിനും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കലാം പഠിക്കാൻ എത്രയും പെട്ടെന്ന് ആരോഗ്യത്തോടു കൂടി നമ്മളെ പള്ളിയിലേക്ക് വരാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നും അത്യാപത്തുകളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ നമ്മളെ വീട്ടിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.